EMS സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും പർവ്വതാരോഹകൻ നബീലിന് ആദരവും സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് ടി.കെ. ഗംഗാധരൻ ബഷീർ അനുസ്മരണം നടത്തി. അവരുടെ സബ്ജക്റ്റിൽ സ്കൂളിലൊക്കെ ഒരു ഫസ്റ്റ് 100% മാർക്ക് കിട്ടും, എല്ലാത്തിനും A+ കിട്ടും ഇല്ലേ? എത്രയോ എഞ്ചിനീയർമാരുണ്ടാകുന്നു, എത്രയോ വക്കീലന്മാരുണ്ടാകുന്നു. പക്ഷേ ഇവർക്കാർക്കും ഈ സാഹിത്യാവബോധം നമ്മുടെ നോവലുകളെ പറ്റി, ചരിത്രത്തെ പറ്റി നമ്മളായി അത്ര പെട്ടെന്നൊന്നുമല്ലല്ലോ നമ്മളായത്, ആണോ? ഇപ്പം നമ്മൾ രണ്ടിടങ്ങഴി, നമ്മുടെ തകഴിയുടെ രണ്ടിടങ്ങഴി നോവൽ വായിക്കുമ്പോൾ കുട്ടനാടിനെ പറ്റിയാണ് ആ നോവൽ. കുട്ടനാടെന്ന് പറയുമ്പോൾ കായൽപ്പരപ്പാണ്. അതായത് കായലിൽ നിന്നും മണ്ണെടുത്ത് ചിറകെട്ടി അത് പാടത്തിട്ട് ആ പാടത്ത് നെല്ല് വിളയിച്ച ഒരാളാണ്, മുരിക്കുന്ന പേരായ ഒരാൾ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അവിടെ ഒരുപാട് വയലുകൾ ഉണ്ടായിരുന്നത്. ഇന്ന് അത്രയില്ല. ഇപ്പം ഞാൻ വീണ്ടും തകഴിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം അത്രയൊന്നും പാടങ്ങൾ അന്ന് അങ്ങനെയല്ല. അവിടെ രാത്രി താമസിച്ചു കൊണ്ടാണ് അവിടെ പാടത്തെ ആൾക്കാർ പണിയെടുത്തിരുന്നതും കൊയ്തിരുന്നതും കറ്റ മെതിച്ചിരുന്നതും. അപ്പോൾ അവിടെ ജന്മിത്തത്തിൻ്റെ നല്ല വശങ്ങളുമുണ്ട്, കെട്ട വശങ്ങളുമുണ്ട്. ജന്മിത്തം ഉണ്ടെങ്കിൽ എന്താകും? തൊഴിലുണ്ടാവും. പക്ഷെ കൂലി കിട്ടില്ല. നമ്മൾ വേണ്ടത്ര കൂലി കിട്ടില്ല. വാർഡ് മെമ്പർ സിന്ധു വിബീഷും നോവലിസ്റ്റ് ടി.കെ. ഗംഗാധരനും ചേർന്ന് നബീലിനെ ആദരിച്ചു. PN പണിക്കർ ദിനത്തിൽ സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ നൽകി. VG ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബീന ആശംസകൾ നേർന്നു. ഉണ്ണി പിക്കാസോ സ്വാഗതവും സിംജ കണ്ണൻ നന്ദിയും പറഞ്ഞു.